മോഡലിംഗിന്റെ മറവിൽ ദുബായിലേക്ക് മനുഷ്യക്കടത്തും പെൺവാണിഭവും നടത്തിയ കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ലുക്കൌട്ട് സർക്കുലറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് സിന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ സിന്ധു അടക്കം 3 യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ അലീനയുടെ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. റംഷ CP ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. റംഷ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റാക്കറ്റ് അല്ല, വലിയൊരു അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. അതിദാരുണമായ അനുഭവങ്ങളാണ് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നത്. കൂടുതൽ പേർ പരാതിയുമായി വരാനുള്ള സാധ്യത പോലീസ് കരുതുന്നുണ്ടോ? അതോടൊപ്പം ഈ പിടിയിലായിട്ടുള്ള അലീന സോഷ്യൽ മീഡിയയിൽ വലിയ താരമൊക്കെയായി വിലസുകയാണ്. ഒപ്പം പല കേസുകളിലും മുമ്പ് അറസ്റ്റിലായിട്ടുണ്ട്. വലിയ ഗുണ്ടാ നേതാക്കളുമായിട്ടൊക്കെ അടുത്ത സുഹൃത്താണെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, റാംഷ? ഗുഡ് മോർണിംഗ് ഷിഹാ, ശ്രുതി. ഈ കേസിൽ 5 പ്രതികളാണ് ആകെയുള്ളത്. ഇതിൽ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതി സിന്ധുവിനെ മുംബൈയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നേരത്തെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഇവർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവർ ഈ പ്രത്യേക അന്വേഷണ സംഘം 1-ാം പ്രതിയായ സിന്ധുവിനെ ഇന്ന് കൊച്ചിയിൽ വെച്ച് ചോദ്യം ചെയ്യും എന്നതാണ്. അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പ്രതികളിൽ ഒരാളായ അലീനയ്ക്ക് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ ഈ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലാവാനുണ്ട്. ഇവർ വിദേശത്താണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ വലിയ നിലയിലുള്ള ക്രൂരമായ പീഡനങ്ങളാണ് പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് പരാതിക്കാരിയിൽ നിന്നുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയോട് ഉൾപ്പെടെ പരാതിക്കാരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയിട്ടാണ് ഇവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത് എന്നതാണ് ഇന്നലെ റിപ്പോർട്ടർ TVയോട് ഇതിലെ ഇരയായ പെൺകുട്ടി ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര റാക്കറ്റുകൾ, സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ വിശദമായി ഈ കേസിലെ അന്വേഷണം ഇന്ന് മുതൽ 1-ാം പ്രതിയെ ചോദ്യം ചെയ്തത് മുതൽ അങ്ങോട്ട് വിശദമായി ഈ കേസിലെ പല തലങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, റാംഷയാണ് വിവരങ്ങൾ നൽകിയത്.